മലങ്കരയിലെ മഹാമർദയും വ്യാജപുലിക്കോടനും കാനഡയിലേക്ക്. കാശ് പണ തൊട്ട് മണി മണി. നാട്ടിൽ ഉപജീവനമാർഗമില്ലാതെ മുണ്ണക്കുഞ്ഞാടുകൾ രാജ്യം വിട്ടാലും അവരുടെ പിന്നാലെ കൂദാശ മാഫിയകൾ ഭദ്രാസനമുണ്ടാക്കി പുറകെ പോകും. പോത്തിൻ്റെ പുറത്ത് രക്തം കുടിച്ച് വീർത്തിരിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, വട്ടൻ. അതുപോലെ വിശ്വാസികളുടെ പണം കൊണ്ട് കൊഴുത്തു വീർത്ത ഈ മോന്മാർ നാട്ടിലിവർക്ക് ഒരു സഹായവും ചെയ്യില്ല. വിദേശത്തേക്ക് പോയാലും പോകുവാൻ ലക്ഷങ്ങൾ കടം മേടിച്ചും ലോണെടുത്തും ഒക്കെയായിരിക്കും അവർ പോകുന്നത്. അപ്പോഴൊന്നും സഹായിക്കുവാൻ ഈ കൂദാശ കുർബാന നൈറ്റ് തൊഴിലാളികൾ കാണില്ല. എന്നാൽ എങ്ങനെയെങ്കിലും വിദേശത്തെത്തി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കഷ്ടപ്പെടുന്ന ആ വിശ്വാസികളെ യാതൊരു ഉളുപ്പുമില്ലാതെ പിഴിയുവാൻ ഇവന്മാർക്ക് യാതൊരു ഉളുപ്പുമില്ല. മുണ്ണകൾ നാട്ടിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും മുണ്ണകൾ തന്നെയായിരിക്കും എന്നതിന് ഒരു ഉദാഹരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കഞ്ഞിക്കുഴി ആസ്ഥാനമായി വാഴൂർ മത്തായി തോലിക്കയായി പ്രവർത്തിക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ നിലവിൽ അമേരിക്കൻ ഡയോസിസിന് കീഴിലുള്ള കാൽഗറി സെയിൻറ്റ് മേരീസ് പള്ളിയുടെ കൂദാശയ്ക്കായി മത്തായി മൂന്നാമനും കരിമാങ്കുഴി പുലിക്കോടനും വരുന്ന മെയ് മാസം 29, 30 തീയതികളിൽ എത്തുന്നുണ്ട്. അതിൻ്റെ നോട്ടീസ് ഇതാണ്. അതിൻ്റെ ഭാഗമായി കാനഡയിലെ സകല പള്ളികളിലും മലങ്കര മറുത വരുന്നു എന്ന് പറഞ്ഞ് മുടിഞ്ഞ പിരിവ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരാൾ മിനിമം $100 കൊടുക്കണമെന്നാണ് ടാർഗറ്റ്. അതിന് മുകളിൽ എത്ര വേണമെങ്കിലും കൊടുക്കാം. കാനഡയിലെല്ലാം കൂടി കുറഞ്ഞത് 10-15 പള്ളികളുണ്ട്. ഇവയിൽ കുറഞ്ഞത് ഒരു 14,000 ആളുകളും ഉണ്ട്. കുറഞ്ഞത് ഒരാൾ $100 വെച്ച് കൊടുത്താൽ തന്നെ എത്ര കോടി രൂപ വരും എന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കുക. കാൽഗറി പള്ളിയിൽ കൂദാശയ്ക്ക് മലങ്കര മറുത വരുന്നു എന്നും പറഞ്ഞ് ആൽബർട്ടയിലെ എഡ്മണ്ടൺ പള്ളിയിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച അവിടുത്തെ കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളി കുർബാന മധ്യേ വിശ്വാസികളെ വിരട്ടുന്നത് കാണുക. തിരുമേനി വരുമ്പോഴുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇടവകയിലെല്ലാ ഭവനങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകണമെന്ന് ഒരു ഭവനത്തിന് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു ടാർഗറ്റ് മിനിമം $100 ആണ്. അതിന് മുകളിലേക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇനിയും അത് കൊടുക്കാത്ത ഫാമിലീസ് ഉണ്ട്. ഇത് ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് കൊടുത്തവർക്കൊക്കെ ഒരു അരോചകത്വമായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഇത് അറിയിക്കുവാനായിട്ട് ഇടയാക്കരുത്. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ അവസാനം ബാവ തിരുമേനി വരികയാണ്. ബാവ തിരുമേനി വരുമ്പോൾ കഴിഞ്ഞ് ആരും അത് ചോദിക്കുകയില്ല എന്ന് വിചാരിക്കേണ്ട. എല്ലാവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തന്നെ ഇരിക്കും. അതുകൊണ്ട് ബാവ തിരുമേനി വന്ന് പൊക്കോട്ടെ എന്നോർത്തുകൊണ്ട് ഇനിയും ആരെങ്കിലും അങ്ങനെ വൈകുന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ്. അത് പോയി കഴിഞ്ഞാലും അവരുടെ കയ്യിൽ നിന്ന് $100 വാങ്ങിച്ചെടുക്കും. ഈ കൂദാശ തൊഴിലാളിയെ ആ മദ്ബഹയിൽ പിടിച്ച് കിടത്തി അവൻ്റെ ആ താടി ആ കയറ്റുപയിൽ ഒന്ന് ഉരച്ചെടുക്കുവാൻ പ്രാപ്തിയുള്ള ആരും ആ പള്ളിയിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ വിഷമം വരുന്നു. ദൈ പാതിരി, നിന്റെ അപ്പൻ നീ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കണമെന്നും പറഞ്ഞ് പണം വിശ്വാസികളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാൻ അവിടെ ആരും ഇല്ലായിരുന്നു. ഈ പിടിച്ചുപറിപ്പാതിരിയും അവിടുത്തെ മെത്രാൻ കാൻഡിഡേറ്റ് ആണെന്നാണ് വിവരം. പരമാവധി പിടിച്ചുപറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മലങ്കര മറുത പ്രസാദിക്കുമെന്നും തനിക്കും ചുവന്ന നൈറ്റ് ഇടാമെന്നും ഇതുപോലുള്ള ഉടായ്പകൾ കാണിച്ച് ജീവിക്കാമെന്നും ഇയാൾ പ്രത്യാശിക്കുന്നു. കാനഡയിലെ സർട്ടിഫൈഡ് വ്യഭിചാരികൾ മെത്രാൻ ആകുവാനുള്ള ആപ്ലിക്കേഷൻ എല്ലാം അസുരലോകത്തു നിന്നും വാങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരം. അതിൻ്റെ വിശദമായ വാർത്തകൾ പിന്നാലെ. ഇവിടെ നിന്നാണ് ബാലികാപീഡകന്മാരായ സ്ലോമോ ഐസക് ജോർജ് പാതിരിയെയും യൂസേബിയൂസ് മെത്രാനെയും നാട് കടത്തിയത് എന്ന് നാം മറക്കരുത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, FCRA അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനാൽ ഇപ്പോൾ ഇവന്മാർ പണം കടത്തുന്നത് വിശ്വാസികളുടെ നാട്ടിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ്. ഇവിടെ നിന്നും പിടിച്ചുപറിക്കുന്ന കോടികൾ വിവിധ വിശ്വസ്തരായ വിശ്വാസികളുടെ കയ്യിൽ കൊടുത്ത് അവരുടെ നാട്ടിലെ ബാങ്കിൻ്റെ ചെക്കും വാങ്ങി വന്നത് മാറിയെടുക്കുകയാണ് ഇപ്പോൾ പതിവ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ വേണമെങ്കിൽ തരാം. വിശ്വാസികളെ ഈ നൈറ്റിയിട്ട് തലയിൽ പുള്ളിയുള്ള ജട്ടിയും കവിഴ്ത്ത് നടക്കുന്ന ഈ പിശാചുക്കൾക്ക് നമ്മുടെ കർത്താവുമായി എന്താണ് ബന്ധം? ഇവന്മാരെ നിങ്ങളുടെ ഭവനത്തിൽ കയറ്റിയാൽ നാശം ഉറപ്പാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവന്മാരുടെ മുന്നിൽ പോയി കൈമുത്താൻ പോകുന്നതിലും ഭേദം വഴിയിൽ നിൽക്കുന്ന നായയുടെ വാലിൽ മുത്തുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അത് നിങ്ങളെ ഒന്ന് വാലെങ്കിലും ആട്ടിക്കാണിക്കും. യുവമാരോ
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.